നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ? ചുറ്റുമുള്ളവരും നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നില്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതൽ നൽകുന്ന, സ്നേഹിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവർ നിങ്ങളിലോ നിങ്ങളുടെ കഴിവുകളിലോ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ നമ്മുടെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. നിങ്ങളുടെ മൂല്യം എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, കഴിവെന്താണ് എന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നുപോയേക്കാം. നമ്മളെല്ലാവരുടെയും അല്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ചിലർ ഇത് കേൾക്കുമ്പോൾ ആ സാഹചര്യത്തിലായിരിക്കാം. നമ്മുടെ ട്രൂ സെൽഫിനെ, നമ്മുടെ സ്കില്ലിനെ, നമ്മുടെ പൊട്ടൻഷ്യലിനെ ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്യാവശ്യമല്ലേ? ശരിക്കും നമുക്കൊന്നും നമ്മളെ അതൊക്കെ ഓർമ്മപ്പെടുത്താൻ ആ സാഹചര്യങ്ങളിൽ സാധിക്കാറില്ല. നമ്മുടെ ജനനം മുതൽ ഇവിടം വരെയുള്ള ജേണി നമുക്കൊന്ന് ഓർക്കാം. നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല ചുറ്റുപാടുകളിൽ ഒക്കെ ജനിച്ച നമ്മൾ ഓരോരുത്തരും ശരിക്കും അതുല്യരല്ലേ? നമ്മൾ യുണീക്കല്ലേ? ഈ യുണീക്കായിട്ടുള്ള നമ്മൾ എന്ന വ്യക്തി എന്തൊക്കെയോ സാഹചര്യത്തിലൂടെ കടന്നു വന്നിട്ടും, വളരെ മോശമായിട്ടുള്ള, വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടും യു ആർ സ്റ്റിൽ ലിവിങ് യുവർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇപ്പോഴും ജീവിക്കുന്നില്ലേ? നമ്മളിലെ ആ യുണീക്നെസ് ഉണ്ടല്ലോ, ആ അതുല്യതയുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കണം. ആദ്യം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പിന്നീട് അതിനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം, ശരിക്കും അങ്ങ് ആഘോഷിക്കണം. ഒരേപോലെ കാണാനിരിക്കുന്ന ട്വിൻസ് പോലും, ഇരട്ടകൾ പോലും വ്യത്യസ്ത സ്വഭാവക്കാരാണ്, അല്ലെങ്കിൽ അവരിൽ തന്നെ വ്യത്യസ്തങ്ങളുണ്ട് അല്ലേ? അതുല്യരാണ് അവരും. സോ നമ്മളിലെ നമ്മളാവാൻ നമുക്കേ സാധിക്കൂ. ദാറ്റ് ഈസ് അവർ സൂപ്പർ പവർ. നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാധ്യത അത് നമ്മുടെ ഉള്ളിലാണ്. ചുറ്റുമുള്ളവരുടെ അഭിപ്രായം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് സ്വന്തം വഴി നമ്മൾ തന്നെ തെളിയിക്കുക. ആദ്യഘട്ടങ്ങളിൽ വഴി വെട്ടാനും വഴി തെളിയിക്കാനും നല്ല പ്രയാസം കാണും, നല്ല ബുദ്ധിമുട്ട് കാണും. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും. ആ സ്ലോ പ്രോസസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക, മുടക്കമില്ലാതെ തുടരുക. അൺടിൽ യു റീച്ച് ദ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത്, അത് എന്ത് ചെറിയ ലക്ഷ്യമാണെങ്കിലും എത്ര വലിയ ലക്ഷ്യമാണെങ്കിലും, ആ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഒരു മുടക്കവുമില്ലാതെ ദിവസേന നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മളെ പരിഗണിക്കാത്ത, അവഗണിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ കൂടെ നമ്മൾ ജീവിക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടി വരുന്ന ആ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? The ultimate person who want to see you happy at the end of the day is you. Just you. It's only you, man. നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഏറ്റവും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രമാണ്. ഞാൻ പല സാഹചര്യങ്ങളിലും പറയാറുണ്ട്, നമ്മളൊരു സെൽഫി എടുത്ത് നോക്ക്. നല്ല ഫോട്ടോ അല്ല നമ്മളുടെ എങ്കിൽ ആ ഫോട്ടോ ആ ഫോണിൽ നമ്മൾ വെച്ചേക്കോ? അതിനെപ്പോഴേ ഡിലീറ്റ് ചെയ്യും അല്ലേ? നമ്മളിൽ ആദ്യം വിശ്വാസം അർപ്പിക്കണം. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിത്തറ. അടിത്തറയിലല്ലേ നമുക്ക്, അടിത്തറയുടെ മുകളിലേക്കല്ലേ നമുക്ക് എന്തും കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. നമ്മളെ തന്നെ സംശയം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നോ നമുക്ക് വന്നേക്കാം. അതിനെയൊക്കെ അങ്ങ് മ്യൂട്ട് ചെയ്യുക, അങ്ങ് ഒഴിവാക്കുക. അതിൻ്റെ സൗണ്ട് വരുന്ന സ്ഥലത്ത് നമ്മളങ്ങ് സ്റ്റിക്കർ ഒട്ടിച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് സ്വന്തം കഴിവിൽ വിശ്വസിക്കണം. തോക്കുമ്പോഴെല്ലാം തളർന്ന് വീഴല്ലേ. തോറ്റോട്ടെ, കുഴപ്പമില്ല. അബദ്ധങ്ങൾ പറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തോറ്റു വീണ സ്ഥലത്ത് നിന്ന് ഉയർന്നെഴുന്നേൽക്കണം. എന്തിനാണെന്നറിയാവോ? കൂടുതൽ പ്രിപ്പറേഷൻസോടെ, കൂടുതൽ ഹോംവർക്കുകളോടെ മുന്നോട്ട് തന്നെ പോകാൻ. ഒരു തരത്തിലും പിന്തിരിയാനല്ല, മുന്നോട്ട് തന്നെ പോകാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നമ്മളെക്കാൾ മോശം സാഹചര്യങ്ങളിൽ നിന്ന് വന്ന പലരും ഇന്ന് ഉയർന്ന സ്ഥാനത്ത്
അവരവരുടെ എയിമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കാണാറില്ലേ? അതും അസൂയയോടെ അല്ലേ നമ്മൾ കാണാറ്? അല്ലെങ്കിൽ അസൂയയോടെ അതിനെ കാണണ്ടോ? നമ്മൾ ചിലപ്പോൾ പറയും, ഓ അവർക്ക് എങ്ങനെ ഇതൊക്കെ പറ്റി, നമ്മുടെ അത്രയും പോലും പറ്റാത്ത, കഴിവില്ലാത്ത, സമ്പത്തില്ലാത്ത, സാഹചര്യങ്ങളില്ലാത്ത അവരെങ്ങനെ ഇത് സാധിച്ചു? ഓ അവർക്കൊക്കെ എന്തോ ആവാലോ, അവർ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് പറ്റാവുന്ന എല്ലാ അസൂയാപരമായിട്ടുള്ള കമൻസും നമ്മൾ പറഞ്ഞ് നമ്മൾ അതിൽ നിന്നും ഒട്ടും മോട്ടിവേറ്റഡ് ആവാതെ അതിൽ വിഷമിച്ച് നമ്മളിരിക്കും അല്ലേ? ചില നെഗറ്റീവ് ചിന്തകളാണിത്. ഇതിനെ നമ്മൾ പടിയിറക്കി അങ്ങ് വിട്ടേക്കണം മനസ്സിൽ നിന്ന്. എന്നിട്ട് അവരവരുടെ പാതയിൽ ഒന്ന് ചെന്ന് നോക്കാം. അതായത് ആ വിജയിച്ച ആളുകളുടെ പാതയും നമ്മുടെ പാതയും ഏത് റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ പാതയിൽ നിന്നും പല പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടാവും. അതിനെയൊക്കെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. അവരൊക്കെ അതിനെ എങ്ങനെ നേടി എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മുടേതായ വഴിയിലേക്ക് അതിനെ പകർത്തി മുന്നോട്ട് നീങ്ങി നമുക്കും നേടിയെടുക്കാം. ജസ്റ്റ് കണ്ടിന്യൂ യുവർ ജേർണി. ദർ ഇസ് നോ സ്പേസ് ഫോർ നെഗറ്റിവിറ്റി. നിങ്ങളുടെ യാത്ര നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കൂ. നെഗറ്റിവിറ്റിക്ക് ഒരു സ്ഥാനം ലൈഫിൽ കൊടുക്കല്ലേ. ഏറ്റവും വലിയ പോയിൻ്റ്, നിങ്ങൾ നിരന്തരം ഇടപെടുന്ന ചില വ്യക്തികളാണ്. അവർ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അങ്ങ് ഒഴിവാക്കുക. അവരുടെ നെഗറ്റിവിറ്റി ഒഴിവാക്കുക. വ്യക്തികളെ എപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ ടോക്സ് നിങ്ങൾ കേൾക്കുക. ഇൻസ്പയർഡ് ആവുക. നല്ല സുഹൃത്ത് ബന്ധങ്ങളെ നിങ്ങളും ഇൻസ്പയർ ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് മാത്രം ഇൻസ്പിറേഷൻ ചോദിച്ച് മേടിച്ചുകൊണ്ട് കാര്യമില്ല. കുറച്ചൊക്കെ നമ്മളും അങ്ങോട്ട് ഇൻസ്പയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ നേടിയാലല്ലേ അതിനുള്ള യോഗ്യത എനിക്കുള്ളൂ എന്ന് കരുതണ്ട. പരസ്പരം ഇൻസ്പയർ ചെയ്തവരെ പരസ്പരം വിജയത്തിൻ്റെ പാതയിലേക്ക് സഹായമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തൊക്കെയാണോ അതിനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാഷനെ, അഭിനിവേശത്തെ നിങ്ങൾ കണ്ടെത്തുക. ലിസൺ ടു യുവർ സോൾ. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ നിങ്ങൾ കേൾക്കുക. പുറത്തൊരുള്ള ഒരാളുടെ അഭിപ്രായം കേൾക്കുന്നതിന് മുന്നേ ആദ്യം നിനക്ക് നിൻ്റെ ഉള്ളിൽ നിന്നും പറയുന്ന ശബ്ദത്തെ കേൾക്കാൻ കഴിയണം. നിൻ്റെ പാഷനെ പ്രൊഫഷനാക്കിയാൽ യു ആർ സക്സസ്. അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ കൂടെ പാഷനെയും കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഒരു റോബോട്ടിക് ലൈഫിനെ കളഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ടുള്ള ലൈഫ് നമുക്ക് ജീവിക്കണം. ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ വിജയങ്ങളും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.